കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വളരെ ദൂര യാത്രകളിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അവശനാണ്, വയ്യാതായി. ഫ്ലൂ പിടിച്ചു. ഫ്ലൂ എന്ന് പറഞ്ഞാൽ അത് ജലദോഷമുണ്ട്, മൂക്കടപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശബ്ദമൊന്നും ശരിയാവുന്നു തോന്നുന്നില്ല. ചെറുതായിട്ട് ചുമയുണ്ട്. മരുന്ന് തുടങ്ങിയില്ല, തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നിപ്പോൾ രസകരമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ, അത് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അത് എടുക്കാതിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് എടുക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വിഷയമെന്ന് പറയുന്നത് ഈ രണ്ടില എന്ന് പറയുന്ന ഒരിലയായിട്ട് മാറുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ രാവിലെ വാർത്തകൾ വന്ന് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല എന്നൊക്കെ വലിയ വീമ്പ് പറയുന്ന കുറേ നേതാക്കളെ ഞാൻ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പക്ക രാഷ്ട്രീയക്കാരാണ്. അവർ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല, മിത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് ശത്രുവായിട്ടിരിക്കുന്നവൻ്റെ തോളെ കൈയിട്ട് ഇപ്പോൾ നാളെ നടക്കുമ്പോൾ നമ്മളൊന്നും പറയരുത് അവരെ. അതുപോലെ ഇന്ന് മിത്രമായിട്ട് തോളെ കൈയിട്ടുകൊണ്ട് നടക്കുന്നവരെ നാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കാർക്കിച്ച് തുപ്പുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. അതാണ് ഇവർ പറയുന്ന ന്യായം. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാനൊന്നും രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ന് കണ്ട വാർത്ത, അപ്പോൾ ഇന്നലെ നേരത്തെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അവഗണനയ്ക്കെതിരെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ പ്രതിഷേധ യോഗമൊക്കെ നടന്നു. അതിനകത്ത് ഇടതുമുന്നണിയിലെ മിക്കവാറും എല്ലാ ആളുകളും പങ്കെടുത്തു. 2 പേരുടെ അസാന്നിധ്യം അവിടെ നോട്ട് ചെയ്യപ്പെട്ടു. ഒന്ന്, RJDയുടെ നേതാവ് ശ്രേയാംസ് കുമാർ വന്നില്ല. അതെന്താ വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കോഴിക്കോടുണ്ട്, ഞാൻ വരുന്നില്ല, തീർന്നു. അദ്ദേഹത്തിന് വേറെ ന്യായങ്ങളൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ നല്ലതായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ട് അതിൽ എന്നുള്ളതാണ്. അവർക്ക് ചില നീക്കുപോക്കുകളൊക്കെ അവർക്ക് വേണം, അവർക്ക് കുറേ വാദങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട് അവർക്ക്. ആകെ ഒരു MLA ഉള്ളൂ കേട്ടോ. പക്ഷെ അതിന് ആ ഗമയ്ക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. അവകാശവാദങ്ങൾക്കും കുറവില്ല. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് ജോസ് കെ മാണിയാണ് വരാതിരുന്നത്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു നല്ല ഭാഗമാണ്. 5 MLAമാരുള്ള ഒരു കക്ഷിയാണ് ഇവർ, കേരള കോൺഗ്രസ് മാണി വിഭാഗം. അത് ഇടതുപക്ഷ മുന്നണിയോടൊപ്പമായിരുന്നു. പക്ഷേ ജോസ് കെ മാണി അതിൽ പങ്കെടുത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, റോഷി അഗസ്റ്റിൻ പോയി വളരെ കാര്യമായിട്ട് ശക്തിയുക്തം അതിൽ നിന്നു. കാരണം ജോസ് കെ മാണി അവിടെ പാലായി തോറ്റുപോയി കഴിഞ്ഞപ്പോൾ, അവിടെ മാണി സി കാപ്പനാണ് ജയിച്ചത്. ഇതായി കഴിഞ്ഞപ്പോൾ ആ തോൽവി അപ്രതീക്ഷിതമാണെന്നാണ് ജോസും കരുതിയത്, എല്ലാവരും കരുതിയത് അങ്ങനെയാണ് അവരൊക്കെ. പക്ഷേ ഞാനങ്ങനെ കരുതിയില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. അത് മാണി സി കാപ്പനെ അറിയാവുന്നതുകൊണ്ട് വളരെ വലിയൊരു ഫൈറ്ററാണ്. മാണി സി കാപ്പൻ UDFനോടൊപ്പം ഉറച്ചു നിന്നു. എല്ലാം ഇടതുപക്ഷ മുന്നണിയിലേക്ക് സീറ്റുകൾ ഒഴുകിയപ്പോൾ പോലും മാണി സി കാപ്പൻ ആ സീറ്റ് പിടിച്ചു നിർത്തി. കാരണം പാലായിരം ജനങ്ങൾക്കല്ല അവിടെ ഉള്ള ആളുകളെ അറിയാവുള്ളൂ എന്ന് നമ്മൾ കരുതിയാൽ മതി. ബാക്കി ഞാൻ പറയുന്നില്ല. ഏതായാലും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ വന്നു. ആ ഇലക്ഷനിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലം തൊട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരുന്ന പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം അത് ജോസ് കെ മാണിയുടെ, അതായത് കേരള കോൺഗ്രസിൻ്റെ വിരോധിയായിട്ട് തന്നെ നടക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അങ്ങ് പോയി. 3 പേരുണ്ട് അവർ. അവസാനം ഇപ്പോൾ അതിലെ ആ പെൺകുട്ടിയാണ് അവിടുത്തെ ചെയർമാനായിട്ട് ഭരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഭരണം നഷ്ടപ്പെട്ടു. ഇതേപോലെ ഒരുപാട് നഷ്ടങ്ങൾ അവർക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു റീതിങ്കിങ് ഇതിനകത്ത് വേണം. മാത്രമല്ല, ഈ മാണി വിഭാഗത്തിനെ പിടിച്ചത് കൊണ്ടുവന്നാലേ UDFന് വലിയ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കുറച്ച് നേതാക്കൾ ഇതിനകത്തുണ്ട്. അതൊരു പ്രത്യേക വിഭാഗമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഈ കൊണ്ടുവന്നാൽ അതുമൂലം സീറ്റ് നഷ്ടപ്പെടുന്നതല്ലാതെ ലാഭമൊന്നും ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ വെക്കുന്നതല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വരണം. കാരണം കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വേണ്ടി ചില ആളുകൾക്ക്, ഇപ്പം മുസ്ലിം ലീഗിന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഇവരെ കൊണ്ടുവരണമെന്നുള്ള ഒരു താല്പര്യക്കാരാണ്. കാരണം അവർക്ക് മാത്രമല്ല ഇത് പിടിച്ചു നിൽക്കാൻ, അതായത് ഈ വിലപേശാൻ, കോൺഗ്രസിനോട് വിലപേശേണ്ടത് അവർക്കൊരു കൂട്ടുകക്ഷിയും കൂടെ കിട്ടണം. അതാണ് കാര്യം. അതിനി പൊക്കോട്ടെ, അത് രാഷ്ട്രീയം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി ജോസ് കെ മാണി ഇങ്ങനെ വന്നില്ല. വരാതിരുന്നപ്പോൾ അദ്ദേഹം ആദ്യം വിദേശത്താണെന്നുള്ള ഒരു പ്രസ്താവന വന്നു. പിന്നെ പറഞ്ഞു കേരളത്തിന് പുറത്താണെന്ന് പറഞ്ഞു. കേരളത്തിന് പുറത്തല്ലേ വിദേശം എന്ന് പറയുന്നത്? ആയിരിക്കും, എനിക്കറിയത്തില്ല. ഏതായാലും അങ്ങനെ വന്നു. ഇന്ന് രാവിലെ റോഷി അഗസ്റ്റിൻ്റെ
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രിയായത് ജോസ് ജയിക്കാത്തതുകൊണ്ടാണ്. ജോസ് കെ മാണി ജയിക്കാത്തത് കൊണ്ടാണല്ലോ റോഷി അഗസ്റ്റിൻ മന്ത്രിയായത്. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അധികാര കസേര കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ആളുകൾക്ക് പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഇവിടെ ഒരു ചർച്ചയില്ല, മുന്നണി മാറ്റത്തെക്കുറിച്ച് യാതൊരു ചർച്ചയില്ല എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ ശബ്ദത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, ആ സാഹചര്യങ്ങളല്ലല്ലോ ഈ സാഹചര്യങ്ങളല്ലോ ആ സാഹചര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുവാന്ന് അദ്ദേഹത്തിനെ അറിയാവുള്ളൂ. അഴകുഴമ്പൻ നയം ആണ് എടുത്തത്. പക്ഷേ റോഷി അഗസ്റ്റിൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, മുന്നണി മാറ്റത്തെക്കുറിച്ച് ആരും ചർച്ചയില്ല, ഇതിൽ ഒരു അഭ്യൂഹങ്ങളും ഈ കേരള കോൺഗ്രസ്സിലില്ല എന്നൊക്കെ പറഞ്ഞു. കേരള കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ടത് അതിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയാണ്, അല്ലാതെ റോഷി അഗസ്റ്റിൻ അല്ല. റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്, അത് അവർ കൊടുത്തതാണ് മന്ത്രിസ്ഥാനം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ വന്നു. ഈ ശ്രീ ശിവൻകുട്ടിയുടെയും ശ്രീ ബാലഗോപാലിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കൈയും പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പടം, അതായത് അവിടെ മീറ്റിങ്ങിലും അവിടെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തതിൻ്റെയാണ്. എന്നിട്ട് അതിലൊരു ഒരു ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നതെന്ന് പറയുക, തുടരും എന്ന് പറഞ്ഞാൽ ഇടത് മുന്നണിയിൽ ഇയാളെ തുടരും. ഇങ്ങനെ തുടരുമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ആദ്യം മോഹൻലാലിൻ്റെ ഒരു സിനിമ ആയിരിക്കും തുടരുമെന്നുള്ളത്, അതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചു. അതല്ല, ഇപ്പം ഈ തുടരുമെന്ന് പറയേണ്ട കാര്യം എന്താ? ഇപ്പം തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ തുടരുമെന്ന് പറയേണ്ടതായിട്ട് വന്നത്. അത് നമുക്കറിഞ്ഞാൽ മതി, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളെല്ലാം വെറും ഉണ്ണാക്കന്മാരാണെന്ന് ഇവർ കണക്കാക്കരുത്, കേരളത്തിലുള്ള ജനങ്ങൾ. എനിക്കങ്ങനെ മനസ്സിലായത്. ഇനി ഇത് മാത്രമല്ല അതിനകത്തെ തമാശ, അത് വന്നപ്പോൾ നമ്മൾ നോക്കിക്കോണം. പിന്നെ വാർത്തകൾ വരുന്നു, 2 MLA മാർ, അതായത് റോഷി അഗസ്റ്റിനും അതുപോലെ റോഷി അഗസ്റ്റിൻ്റെ കൂടുള്ള പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന ഒരു MLA, റാന്നി MLA ആണ്. അയാൾ പറഞ്ഞു, അത് ഞങ്ങൾ അടി ഉറച്ച് ഇതിൽ തന്നെ നിൽക്കും, ഇടത് മുന്നണിയിൽ തുടരും. അപ്പോൾ അങ്ങനെ ചർച്ച വന്നില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ചർച്ചയൊക്കെ വന്നതാണ് കുറേ ദിവസങ്ങളായിട്ട്. ശ്രീമതി സോണിയാഗാന്ധി ജോസ് കെ മാണിയെ ഡയറക്റ്റായിട്ട് വിളിച്ച് ഇതിലേക്ക് മടങ്ങി വരണം എന്ന് അഭ്യർത്ഥിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ഡിനേ ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഡിനേ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. സംഭവമാണ്, നടന്നതാണ്. അങ്ങനെ മാത്രവുമല്ല, ഈ സഭയ്ക്ക് തന്നെ ഒരു ആഗ്രഹമുണ്ട് ഇതിൽ UDF-ലേക്ക് വരണം എന്നുള്ളത്. ഏതായാലും ഈ ജോസ് കെ മാണി, ഞാൻ പറഞ്ഞില്ലേ, ഒരു അഴകുഴമ്പൻ നയം ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പറയാൻ വയ്യ എന്നുള്ളതേ ഉള്ളൂ. 2 MLA-മാർ ജോസ് കെ മാണിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു, ഒരു ജോബും സെബാസ്റ്റ്യൻ കുളത്തിങ്കലും. അങ്ങനെ 2-4. പിന്നുള്ളത് ശ്രീ ജയരാജാണ്. ജയരാജ് ഒരു തീരുമാനമൊന്നും ഇതുവരെ പറഞ്ഞിട്ട് പ്രകടമാക്കിയില്ലെങ്കിലും ജോസ് കെ മാണിയോടൊപ്പം നിൽക്കും എന്നുള്ള കണക്കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ 3-2 എന്നുള്ള നിലയിലേക്ക് ഈ പാർട്ടി മാറും. ഈ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് വളരെ വിഖ്യാതമായ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ചിരി വരുമെങ്കിൽ തന്നെയും വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ്. ഇപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം അങ്ങ് പിളരാൻ പോവുകയാണ്. പിളർന്നു കഴിഞ്ഞാൽ 2-3 എന്നുള്ള രീതിയിൽ MLA-മാരുടെ കണക്ക് നോക്കിയാൽ പിളരും. ആളുകളെ ആരുടെ കൂടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചല്ലേ നോക്കേണ്ടത്. ഏതായാലും ഇവർക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 നിൽക്കണം. അതായത് ഇപ്പോൾ UDF-ന് അധികാരം കിട്ടാൻ സർവ്വസാധ്യതകളും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പിക്കുന്നുണ്ട്. ആ പാർട്ടി UDF-ൻ്റെ അടിത്തറ വിപുലമാക്കും എന്ന് കുറേ നാളായിട്ട് ഇവർക്ക് അടിത്തറയില്ലാതിരിക്കുകയായിരുന്നു. അടിത്തറ ഇങ്ങനെ വിപുലമാക്കും എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇടിഞ്ഞു വീഴത്തില്ലേ എന്നിങ്ങനെയുള്ള പ്രഖ്യാപനം കൊണ്ടിരിക്കുക. വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ശ്രീമതി സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ച് സംസാരിച്ചേക്കുന്നത്. എന്തായാലും ഈ വിപുലമാക്കിയ അടിത്തറയിലോട്ട് ജോസ് കെ മാണി നീങ്ങും എന്നുള്ളതാണ് സൂചന. റോഷി അഗസ്റ്റിൻ മന്ത്രി പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ അടുത്ത കാലത്തൊക്കെ വന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാം കൂടെ 2 പേരും കൂടെ കുറേ ആളുകളെയൊക്കെ കാണും. അവർ പോയി ഇനി അടുത്തൊരു പാർട്ടി, ഇതിന് എന്ത് പേര് കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് പേരുകളായി. ഈ പേരുകളൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഒരു പേരും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പേരിപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത് ആൻ്റണി രാജു ഒരെണ്ണം ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്തോ പേരിൽ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. ആൻ്റണി രാജുവിൻ്റെ MLA-ഷിപ്പും ഒക്കെ തെറിച്ചട്ടിങ്ങനെ ഇരിക്കുകയാണ് ജട്ടി കേസിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പേര് ഒഴിവുണ്ട് കേട്ടോ. അത് ആൻ്റണി രാജുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും അത് കിട്ടിയേക്കും. അങ്ങനെ ആളില്ലാതിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പം ചിലപ്പോൾ കിട്ടിയേക്കും. ഇതേതായാലും ശരി,
എന്തായാലും നമുക്ക് ഈ കളികൾ വലിയ കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ഒരു അഭ്യൂഹങ്ങളുമില്ല. ആര് എന്ത് പറഞ്ഞു എന്നൊക്കെയാണ് റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചർച്ച പോലും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ചർച്ചയില്ലാതാണോ ഈ വിവരങ്ങളൊക്കെ വെളിയിൽ വരുന്നത്? അപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി വിളിച്ചോ ജോസ് കെ മണി എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് ജോസ് പറഞ്ഞിട്ടില്ല, സോണിയാഗാന്ധിയും പറഞ്ഞിട്ടില്ല എന്ന്. സോണിയാഗാന്ധി റോഷി അഗസ്റ്റിനൊന്നും വിളിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും ചെറുതാണ് അവരെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ ഇലക്ഷൻ അങ്ങോട്ട് വരുന്നു, മാമാങ്കം ഇങ്ങനെ മൂത്ത് വരികയാണ്. നമുക്ക് കാണാം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. കൂടുതൽ ബാക്കി പറയണമെന്നുണ്ട്, പക്ഷേ ഈ തൊണ്ടയുടെ പ്രശ്നം കൊണ്ടും ആകെപ്പാടെ എനിക്ക് മുഖമൊക്കെ കടുത്ത് എനിക്ക് വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി ഈ തീരുമാനം വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.